ടോട്ടോച്ചാന്റെ ശരിയായ പേര് തെത്സുക്കോ എന്നായിരുന്നു. അവളുടെ ജനനത്തിന് മുമ്പ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു, ഇതൊരു ആൺകുട്ടിയായിരിക്കും, നോക്കിക്കോളൂ. കടിഞ്ഞൂൽ ആയിരുന്നതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അത് വിശ്വസിക്കുകയും ചെയ്തു. മകന് ടോറു എന്ന് പേരിടാൻ അവർ തീരുമാനിച്ചു. തുളച്ചു കയറുന്നത്, നൈരന്തര്യമുള്ളത്, ശബ്ദം പോലെ മുഴക്കവും സ്ഫുടതയുമുള്ളത് എന്നൊക്കെയാണ് ടോറു എന്ന പദത്തിന്റെ അർത്ഥം. ചൈനയിൽ നിന്ന് വന്ന ആ പദത്തിന്റെ പുരുഷ ലക്ഷണങ്ങൾ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. അല്പം നിരാശ തോന്നിയെങ്കിലും ടോറുവിന്റെ ചൈനീസ് ഉച്ചാരണ രീതിയായ തെത്സു അവർ തിരഞ്ഞെടുത്തു. പെൺകുട്ടികളുടെ പേരിനോട് ജപ്പാൻകാർ സാധാരണ കോ എന്ന് ചേർക്കുക ഒരു പതിവാണ്. അപ്പോ അതുകൂടെ ചേർത്ത് തെത്സുക്കോ എന്ന ശരിയായ ഒരു പെണ്ണിന്റെ പേരായി. ഏവരും അവളെ തെത്സുക്കോ ചാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ജപ്പാൻകാർ പേരിനോട് ചേർത്ത് വിളിക്കാറുള്ള സാൻ എന്നതിന്റെ കൂടുതൽ ജനകീയ രൂപമാണ് ചാൻ. എന്നാൽ നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് ഈ വളഞ്ഞുകുത്തിയ പേര് ഒട്ടും ഇഷ്ടമായില്ല, തെത്സുക്കോ ചാൻ. ചോദിച്ചവരോടെല്ലാം അവൾ പറഞ്ഞു ടോട്ടോ ചാൻ. മോളുടെ പേരെന്താ എന്ന് ആര് ചോദിച്ചാലും പറയും ടോട്ടോ ചാൻ. ചാൻ എന്നത് തന്റെ പേരിന്റെ ഭാഗം തന്നെയായിരുന്നു അവൾ എന്നാണ് അവൾ ധരിച്ചു വെച്ചത്. ഒരാൺകുട്ടി എന്നതുപോലെ അച്ഛൻ അവളെ ടോട്ട്സി എന്ന് വിളിക്കുമായിരുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും പണികൾക്കായി ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയും, ടോട്സ്കി വരൂ, അച്ഛനെ ഒന്ന് സഹായിക്കൂ, നമുക്ക് ഈ റോസാ ചെടികളിൽ നിന്ന് പൂച്ചകളെയൊക്കെ ഓടിച്ചു വിടണം, വരൂ. മറ്റെല്ലാവരും അവളെ ടോട്ടോ ചാൻ എന്ന് വിളിച്ചു വന്നു, അച്ഛനും റോക്കിയും ഒഴികെ. സ്കൂളിലെ നോട്ട് ബുക്കിൽ തെത്സുക്കോ എന്ന് എഴുതിയിരുന്നുവെങ്കിലും അവൾ തന്നെ സ്വയം സങ്കല്പിച്ചത് ടോട്ടോ ചാൻ ആയിട്ടാണ്. റേഡിയോയിലെ തമാശ രാമന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നലെ അമ്മ ടോട്ടോ ചാനോട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ നീ റേഡിയോയിലെ ഭരിത പരിപാടി കേൾക്കാൻ പാടില്ല, മനസ്സിലായോ കുട്ടിക്ക്? അവൾ ആകെ സ്തംഭിച്ചുപോയി. തടിയിൽ ആഡംബരപൂർവ്വം പണിതെടുത്ത കൂറ്റൻ റേഡിയോകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഇവയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിലുള്ള ഒരു കമാനം ഉണ്ടായിരിക്കും. പിങ്ക് നിറമുള്ള സിൽക്കിൽ പൊതിഞ്ഞ് ചിത്രപ്പണികളോടുകൂടിയ ആ വലിയ സ്പീക്കറിലൂടെയാണ് ശബ്ദം പുറത്തേക്ക് വരിക. ആകെ 2 നോബുകളെ ഉണ്ടാകും. ഏതാണ്ട് ഇത്തരത്തിലുള്ള വലിയ റേഡിയോകൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നത് പലരുടെയും ഓർമ്മയിൽ കാണും. അവൾ സ്ഥിരമായി കേട്ടിരുന്ന ഫലിത പരിപാടിയിലെ തമാശ രാമന്മാരെ ടോട്ടോ ചാന് ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ അവരുടെ പരിപാടി അവൾ കേട്ട് ശീലിച്ചിരുന്നു. സ്പീക്കറിലെ പിങ്ക് സിൽക്കിൽ ചെവി ചേർത്ത് വെച്ച് അവൾ ശ്രദ്ധിക്കും. അവര് പറയുന്ന തമാശകൾക്കൊക്കെ അവൾ തലയറഞ്ഞു ചിരിക്കും. അതൊക്കെ അപാരമായ തമാശകളാണെന്നാണ് അവൾക്കെന്നും തോന്നിയത്. അത് കേൾക്കുന്നതിന് അമ്മ ഇന്നുവരെ ഒരു എതിർപ്പ് അവളോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്താ ഉണ്ടായത്? അമ്മ കേൾക്കണ്ട എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. അച്ഛൻ്റെ ഓർക്കസ്ട്രയിലെ ചില സുഹൃത്തുക്കള് വീട്ടിൽ വന്നു. സ്ട്രിംഗ് ക്വാർട്ടറ്റ്, വയലിൻ, സോളോ എന്നീ ഉപകരണങ്ങൾ 4 പേർ ചേർന്ന് നടത്തുന്ന സംഗീത പരിപാടിയാണ് സ്ട്രിംഗ് ക്വാർട്ടറ്റ്. അത് പരിശീലിക്കാനായിരുന്നു അവർ വന്നത്. ടോട്ടോ ചാൻ, നോക്കൂ, തൊച്ചിബാനാമാവൻ നിനക്ക് വാഴപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. വലിയ സന്തോഷത്തിലായ ടോട്ടോ ചാൻ അച്ഛനോടൊപ്പം സെല്ലോ വായിക്കുന്ന സെസുനദ താജിബാനയെ ഭവ്യതയോടെ വണങ്ങിയ ശേഷം അമ്മയെ നോക്കി ഒരു കാച്ചങ്ങ് കാച്ചി. എന്തെങ്കിലും ഒരു തമാശ പറയണല്ലോ എന്ന് കരുതി അവൾ പറഞ്ഞതാണ്, ഈ വാഴപ്പഴം ഒരസല് തന്തക്കൊല്ലി സാധനമാണല്ലോ. തുടർന്ന് തമാശ രാമന്മാരുടെ പരിപാടി അവൾക്ക് അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയം നോക്കി രഹസ്യമായി കേൾക്കേണ്ട ഒന്നാക്കി മാറ്റേണ്ടി വന്നു. നടന്മാർ നല്ല മൂഡിലായിരിക്കുമ്പോൾ ടോട്ടോ ചാൻ തലയറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. മുതിർന്ന ആരെങ്കിലും ഈ ദൃശ്യം കാണുകയാണെങ്കിൽ പൂക്കത്ത് വിരൽ വെച്ചു പോകും. എത്ര കടുത്ത വക്രോക്തികളും ഈ പിഞ്ചു കുഞ്ഞിന് എങ്ങനെ മനസ്സിലാകാനായിരിക്കും എന്നാണ് അവരുടെ ധാരണ. പക്ഷേ അച്ഛന്റെ സുഹൃത്തിനോട് പറഞ്ഞതുപോലെയുള്ള ചില പ്രയോഗങ്ങൾ, മുതിർന്നവർ പറയുന്ന ചില തമാശകൾ ടോട്ടോയുടെ മനസ്സിൽ എപ്പോഴും വന്നു കിടക്കും, വീണ് കിടക്കുന്നതാണ് തമാശ രാമന്മാരുടെ പരിപാടികളിൽ നിന്ന്. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധം ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് നന്നായി അറിയാം. ഏത് പറക്കമുറ്റാത്ത പ്രായത്തിലുമായിക്കോട്ടെ, ശരിയായ ഫലിതം കടന്നു വരുമ്പോൾ അവർ അറിഞ്ഞു ചിരിക്കുക തന്നെ ചെയ്യും.